കേരളത്തിലുള്ള 14 ജില്ലയിലുള്ള ഇൻവെസ്റ്റേഴ്സും എന്തുകൊണ്ട് കൊച്ചിയിൽ കാക്കനാടിനെ അവരുടെ കൊമേഴ്ഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി തെരഞ്ഞെടുക്കുന്നു എന്നുള്ള റീസൺ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ മനസ്സിലാക്കിയാലോ. ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് നിർമ്മിച്ച് ഒരു സ്ക്വയർ ഫീറ്റിൽ നിന്ന് 50 മുതൽ 60 രൂപ വരെയൊക്കെ വാടക ലഭിക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് ആ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് നിർമ്മിക്കുന്നത് ഒരു പ്രധാന റോഡിന്റെ സൈഡിലായിരിക്കണം എന്നുള്ളതാണ് അല്ലെ. പ്രധാന റോഡിന്റെ സൈഡിൽ നമുക്ക് ഭൂമി വാങ്ങിക്കണമെങ്കിൽ ചുരുങ്ങിയത് അതിന് സെന്റിന് 30 ലക്ഷം 20 ലക്ഷം 40 ലക്ഷം ഒക്കെ കൊടുക്കണം, വലിയ വില നമ്മൾ കൊടുക്കണം അല്ലെ. പക്ഷേ കാക്കനാടിൽ ഒരു പ്രത്യേകത എന്തെന്നാൽ നിങ്ങൾ സെന്റിന് 10 ലക്ഷം രൂപയ്ക്കും താഴെ നിങ്ങൾ വാങ്ങിക്കുന്ന ലാൻഡ് ആണെങ്കിൽ പോലും നിങ്ങൾ ഒരു ഹോസ്റ്റൽ പ്രൊജക്ട് അല്ലെങ്കിൽ സ്റ്റുഡിയോ ഫ്ലാറ്റുകളൊക്കെ നിർമ്മിച്ച് വാടകയ്ക്ക് കൊടുക്കുകയാണ്. നിങ്ങൾ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനത്തിൽ ഒരു സ്ക്വയർ ഫീറ്റിൽ തന്നെ നിങ്ങൾക്ക് 50 മുതൽ 60 രൂപ വരെ വരുമാനം ഒരു സ്ക്വയർ ഫീറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ സെന്റിന് 30-40 ലക്ഷം കൊടുത്ത് വാങ്ങിക്കുന്ന ലാൻഡിൽ നിങ്ങൾ നിർമ്മിക്കുന്ന കെട്ടിടം നിങ്ങൾക്ക് നൽകുന്ന അതേ വാടക സെന്റിന് 10 ലക്ഷം രൂപയിലും താഴെ കൊടുത്തുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കുന്ന ഭൂമിയിൽ നിങ്ങൾ ചെയ്യുന്ന ഹോസ്റ്റൽ പ്രൊജക്ട് അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് പ്രൊജക്റ്റിൽ നിന്നും നിങ്ങൾക്ക് വാടക ലഭിക്കും എന്നുള്ള ഏറ്റവും മികച്ച പൊട്ടൻഷ്യലാണ് കേരളത്തിലുള്ള ഇൻവെസ്റ്റേഴ്സിനെ കൊച്ചിയിൽ കാക്കനാട് ഇൻഫോ പാർക്കിനോട് ചുറ്റുവട്ടത്തുമായി ലാൻഡ് വാങ്ങിച്ച് അപ്പാർട്ട്മെന്റൽ പ്രൊജക്ടുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഏറ്റവും പ്രചോദനമാവുന്നത് എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഇൻവെസ്റ്റേഴ്സിനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഒരു പ്രൊജക്ട് ഉണ്ടാക്കി അതിൽ നിന്നും മികച്ച വാടക സ്വന്തമാക്കുക എന്നുള്ളതിലാണ് ഒരു ഇൻവെസ്റ്ററിനെ, പ്രത്യേകിച്ചും റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്ററിന്റെ ഏറ്റവും വലിയ വിജയം എന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്, പാലക്കാടാണെങ്കിലും കൊച്ചി ആണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഒക്കെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ ആണ്. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ലാൻഡിന്റെ പ്രൈസ് മാത്രമാണ്. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് സെന്റിന് 30-40 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് ലാൻഡ് വാങ്ങിച്ച് പ്രൊജക്ട് ചെയ്ത് വാടക സ്വന്തമാക്കണോ, അല്ലെങ്കിൽ സെന്റിന് 10 ലക്ഷം രൂപയ്ക്കും താഴെയൊക്കെ കൊടുത്തുകൊണ്ട് ഇത്തരം പ്രൊജക്റ്റുകൾ ചെയ്ത് അതേ വാടക സ്വന്തമാക്കണോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. സാധാരണഗതിയിൽ ഇൻഫോ പാർക്കിന് ചുറ്റുവട്ടത്തുമായിക്കൊണ്ട് 10 ലക്ഷം രൂപയ്ക്കൊക്കെ ഒരു ഹോസ്റ്റൽ ലാൻഡ് കിട്ടുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. പക്ഷേ നമ്മുടെ കൈവശം ഈ ലയബിലിറ്റി ഉള്ള ഒരുപാട് പ്രോപ്പർട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് സെല്ലേഴ്സ് നമ്മുടെ കൈവശം ലിസ്റ്റഡ് ആണ്. അപ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാർക്കറ്റിൽ 15 ലക്ഷം 16 ലക്ഷം ഒക്കെ ലാൻഡ് വിൽക്കുന്ന മാർക്കറ്റിൽ അത്യാവശ്യമുള്ള സെല്ലേഴ്സിന്റെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് അതേ പ്രോപ്പർട്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെന്റിന് 8 ലക്ഷം രൂപയ്ക്കും 10 ലക്ഷം രൂപയ്ക്കൊക്കെ വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ അപ്പർ ഹെഡ്ജ് ലഭിക്കുന്നത് എപ്പോഴും ബയേഴ്സിനാണ്, സെല്ലേഴ്സിനല്ല. കാരണം സെല്ലേഴ്സ് അത്യാവശ്യക്കാരാണ്, ഭൂമി വിൽക്കേണ്ടത് അവരുടെ ആവശ്യമാണ് എന്നുള്ളതാണ്. സോ അത്തരം ലയബിലിറ്റി പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് 100% ലീഗലി ക്ലാരിറ്റിയോടുകൂടി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പ്രൊജക്റ്റുകൾ ചെയ്യാം. ചെറിയ വില കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഭൂമി വാങ്ങി മികച്ച വാടക ലഭിക്കുന്ന പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് ചെയ്യാം. 1 കോടി രൂപയ്ക്ക് 50,000 രൂപ എന്ന വാടകയുടെ അടിസ്ഥാനത്തിൽ ആ ഒരു പ്രൊജക്റ്റിൽ വാടകയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിറ്റുകൊണ്ട് കോടിക്കണക്കിന് രൂപ ലാഭം നേടാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ മല്ലു റിയൽറ്റർ എന്ന ഈ പ്രൊഫൈലിൽ ഹോസ്റ്റൽ ലാൻഡ് എന്ന് നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കാം. എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ വിരൽ തുമ്പിൽ ലഭിക്കുന്നതാണ്.